ചെമ്പനിപ്പൂ സീരിയലിന്റെ നാളത്തെ എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഴയായതുകൊണ്ട് ചെറിയൊരു സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ട് കേട്ടോ, ഒന്ന് ക്ഷമിക്കണേ. ചന്ദ്രമതിക്ക് സംശയം തോന്നുവാണ് ഭാമയാണോ ആ കാര്യം ശ്രുതിയുടെ അടുത്ത് പറഞ്ഞ എന്നുള്ള കാര്യത്തെക്കുറിച്ച്. കാരണം മറ്റാരടുത്തും ചന്ദ്രമതി ആ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിരുന്നില്ല. പക്ഷെ ഭാമയാണെന്നുണ്ടെങ്കിൽ ചന്ദ്രയ്ക്ക് സംശയം തോന്നരുതെന്ന് കരുതിയിട്ട് ഒരുപക്ഷെ ആ വക്കീലായിരിക്കും ആരോടെങ്കിലും ആ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവുക. അങ്ങനെയായിരിക്കും ശ്രുതി അറിഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ചന്ദ്ര വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹാളിൽ ഇരുന്നിട്ടാണല്ലോ സംസാരിക്കുക. അതുകൊണ്ട് മുറിയിലേക്ക് പോകുന്നുണ്ടായിരുന്നു ശ്രുതി ചന്ദ്ര കാണാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ ചന്ദ്രമതി ആണെന്നുണ്ടെങ്കിൽ മുറിയിൽ AC ഉണ്ടല്ലോ, നമുക്ക് അവിടെ ഇരുന്ന് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞ് ഭാമയെ കൂട്ടിയിട്ട് റൂമിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുമ്പോഴേക്കും ഭാമ തടയാണ്. റൂമിലേക്ക് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശ്രുതി അവിടെ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാവുമല്ലോ. ശ്രുതി അവിടെ ഉണ്ടെന്നുള്ള കാര്യം അറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഭാമയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവും എന്നുള്ള കാര്യം ഭാമയ്ക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ AC വർക്ക് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ തന്നെ ഇരുത്തുവാണ്. അതിനുശേഷമാണ് വക്കീലിന്റെ അടുത്ത് പോയ കാര്യങ്ങൾ എന്തൊക്കെയായി എന്നുള്ള കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കുന്നത്. വക്കീൽ പറഞ്ഞിട്ടുണ്ട്, അമ്മായിമ്മയ്ക്ക് ഒരിക്കലും വക്കീൽ നോട്ടീസ് അയക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. ഭർത്താവാണല്ലോ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് വക്കീൽ നോട്ടീസ് അയക്കേണ്ടത്. അതുകൊണ്ട് സുധി അത് ഒരിക്കലും ചെയ്യില്ല എന്നുള്ള കാര്യം ചന്ദ്രയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. അതുമാത്രമല്ല ചന്ദ്രയ്ക്ക് ചെറിയൊരു ഭയമുണ്ട്. സുധി എപ്പോഴും ചന്ദ്ര എന്താണോ പറയുന്നത് അത് മാത്രമായിരുന്നല്ലോ കേൾക്കുക. എന്നാൽ വക്കീലിന്റെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു കേട്ട ഉടനെ തന്നെ സുധിയുടെ മറുപടി എന്താന്നുള്ള കാര്യം ചന്ദ്രയും കേട്ടതാണല്ലോ. അവൾ ഒരു പക്ഷേ സുധിയുടെ മനസ്സ് കവർന്നെടുക്കും എന്നൊരു ഭയം ഉള്ളത് കൊണ്ട് തന്നെ ഉടനെ എങ്ങനെയെങ്കിലും അവന്റെ മനസ്സിൽ ശ്രുതിയോടുള്ള സ്നേഹം പോക്കണം. അതിനു വേണ്ടിയിട്ട് ചന്ദ്ര കണ്ടെത്തുന്ന ഒരു മാർഗം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ധർമാനന്ദൻ എന്ന് പറയുന്ന സ്വാമികളെ പോയി കാണാം എന്നാണ്. അദ്ദേഹമാണെന്നുണ്ടെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരെ പിരിക്കാൻ വേണ്ടിയിട്ട് ഏലസ് ഒക്കെ ജീവിച്ച് കിട്ടുന്ന ഒരാളാണ്. അതിനെക്കുറിച്ച് ചന്ദ്രയ്ക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ പോയി കാണണം. എങ്ങനെയെങ്കിലും ശ്രുതിയും അതുപോലെ തന്നെ സുധിയും തമ്മിൽ പിരിക്കണം എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇപ്പൊ തന്നെ പോവാ എന്ന് പറഞ്ഞിട്ട് ഭാമയെ ക്ഷണിക്കുന്നുണ്ട്. ഭാമയാണെന്നുണ്ടെങ്കിൽ ശ്രുതി ഉള്ളിലാണല്ലോ ഉള്ളത്. ചന്ദ്രൻ നീ ഇവിടെ ഇരിക്കും, ഞാൻ ഡ്രസ്സ് മാറ്റിയിട്ട് വരാ എന്ന് പറഞ്ഞിട്ട് റൂമിലേക്ക് പോവുകയും കഥ കടച്ചിട്ട് ശ്രുതിയുടെ അടുത്ത് എങ്ങനെ ഇവിടുന്ന് പുറത്തു പോകുന്നുള്ള കാര്യത്തെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. ഞാൻ എന്തായാലും വീട് ലോക്ക് ചെയ്യുന്നില്ല, ഞങ്ങൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നീ പുറത്തിറങ്ങിയിട്ട് ലോക്ക് ചെയ്തിട്ട് കീ ഒരു സ്ഥലത്ത് വെച്ചോ എന്നൊക്കെയാണ് കേട്ടോ ഭാമ ശ്രുതിയുടെ അടുത്ത് പറയുന്നത്. മുറിയിൽ നിൽക്കുന്ന ഭാമയാണെന്നുണ്ടെങ്കിൽ ആരുടെ സംസാരിക്കുന്നുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് ചന്ദ്ര, ഭാമേ നീ അവിടെ ആരോടെ സംസാരിക്കുന്നതെന്ന് ചോദിക്കുകയാണേ. ഒന്നുമില്ല ചന്ദ്രേ, ഞാനിവിടെ ഒരു സാധനം വെച്ചിട്ടുണ്ടായിരുന്നു, വെച്ചെടുത്ത് അത് കാണില്ല, അതിനെക്കുറിച്ച് ഇങ്ങനെ പറയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രയ്ക്ക് പിടി കൊടുക്കാതിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ രണ്ടുപേരും കൂടി അവിടുന്ന് ഇറങ്ങുവാണ്. ഇറങ്ങിയിട്ട് നേരെ ചെല്ലുന്നത് ഈ ധർമാനന്ദൻ എന്ന് പറയുന്ന സ്വാമിജിയെ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴേക്കും ശ്രുതിയാണെന്നുണ്ടെങ്കിൽ അവർ പോയതൊക്കെ നോക്കിയിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് കീ മാമ പറഞ്ഞതുപോലെ തന്നെ ലോക്കൊക്കെ ചെയ്തിട്ട് അവിടെ വെക്കുന്നുണ്ട്. ഇനിയിപ്പോ ഈ തല എന്തൊക്കെയാണോ ചെയ്യാൻ വേണ്ടി പോകുന്നതെന്നൊക്കെ നമ്മുടെ ശ്രുതി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. അത് മാത്രമല്ല പുറത്തിറങ്ങിയ ഉടനെ തന്നെ ശ്രുതിയെ വിളിക്കുവാനായിട്ട് ചെയ്യുന്നത്. നിന്റെ അമ്മ നമ്മൾ രണ്ടുപേരെയും പിരിക്കണം എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിലാണ് ഓരോരോ കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നത്. ഇപ്പൊ ഏതോ സ്വാമിജിയെ കാണാൻ വേണ്ടി പോയിരിക്കുകയാണ്, നമ്മളെ തമ്മിൽ അകറ്റാൻ വേണ്ടി എന്തോ ഏലസ് നിന്റെ കയ്യിൽ കെട്ടിത്തരാൻ വേണ്ടി പോവാണ്, നീ എന്നെ വെറുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കാര്യങ്ങളെല്ലാം ശ്രുതിയുടെ അടുത്ത് പറയുന്നുണ്ട്. അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ, എന്തിനാണാവോ അമ്മ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, ശ്രുതിക്ക് എന്നെ ഒഴിവാക്കാനാണോ പരിപാടി എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മൾ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ശ്രുതിയുടെ അടുത്ത് ദേഷ്യപ്പെടുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ ഒന്നും തീരുമാനിച്ചിട്ടില്ല, ഇനി അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ അതും വേണമെങ്കിൽ ചെയ്യുന്നത്. ശ്രുതി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയുമ്പോൾ നമ്മുടെ ശ്രുതിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ദേഷ്യത്തോട് കൂടിയിട്ടൊക്കെയാണ് ശ്രുതി ഫോൺ വെക്കുന്നത്. അപ്പോഴേക്കും ശ്രുതിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ടെൻഷൻ ആവുകയാണ്. ആന്റി ആ ജോൽസിനെ കാണാൻ വേണ്ടി പോയപ്പോഴേക്ക് തന്നെ ശ്രുതിക്ക് എന്നോടുള്ള ദേഷ്യം തുടങ്ങിയല്ലോ, ഇനിയിപ്പോ ശ്രുതി എന്നെ ഒഴിവാക്കുമോ എന്നുള്ള ഭയത്തിലൊക്കെയാണ് കേട്ടോ ശ്രുതി ഉള്ളത്. അപ്പോഴേക്കും ചന്ദ്രമതിയും അതുപോലെ തന്നെ ഭാമയും കൂടി ചേർന്ന് ആ സ്വാമിയുടെ അരികിലെത്തുന്നുണ്ട്. സ്വാമിയുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയാണ് കേട്ടോ. എൻ്റെ മകൻ കല്യാണം കഴിച്ചിരിക്കുന്നത് ശ്രുതി എന്ന പേരുള്ള ഒരു പെണ്ണിനെയാണ്. അവള് 2 വർഷത്തോളായിട്ട് ഞങ്ങളെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അവൾ വലിയ പണക്കാരെ വീട്ടിലെ പെണ്ണാണ്. അവളുടെ അച്ഛൻ മലേഷ്യയിലാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു ഞങ്ങളെ പറ്റിച്ചത്. മാത്രമല്ല അവളുടെ ഇളയച്ചനാണെന്ന് പറഞ്ഞ് ഒരു ഇറച്ചിവെട്ടുകാരനെ കൊണ്ടുവന്ന് ഞങ്ങളെ വീട്ടിൽ അഭിനയിപ്പിക്കുകയും ചെയ്തു. ഞങ്ങളെ എല്ലാവരെയും കളിയാക്കിയ അവളെ എൻ്റെ മകനിൽ നിന്ന് എന്നേക്കുമായിട്ട് അകറ്റണം എന്ന് പറയുവാണേ. അപ്പോൾ നിങ്ങളുടെ മകന് ഇത്രയും കള്ളത്തരങ്ങൾ ചെയ്ത സ്ത്രീയുമായിട്ട് ഒന്ന് ജീവിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവനെ അവൾ മയക്കി വെച്ചിരിക്കുകയാണ്. എന്തായാലും എനിക്ക് അങ്ങനെ ഒരു മരുമകൾ ഇനി ആവശ്യമില്ല, എൻ്റെ മകനെ അവളിൽ നിന്ന് അകറ്റിയേ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിനെന്താണ്, എൻ്റെ കയ്യിൽ ഒരു ഏലസ് ഉണ്ട്, അത് നിങ്ങളുടെ മകൻ്റെ കയ്യിൽ കെട്ടിക്കൊടുത്താൽ മതി. അതോട് കൂടിയിട്ട് അവന് അവളോടുള്ള സ്നേഹം പൊക്കോളും, അവർ തമ്മിൽ അകന്നോളെന്ന് പറയാൻ കേട്ടോ.
അങ്ങനെ ജപിച്ചിട്ട് ആ ഏലസൊക്കെ നമ്മുടെ ചന്ദ്രയുടെ കയ്യിൽ കൊടുത്തു വിടുന്നുണ്ട്. അത് കഴിഞ്ഞ് ഉടനെ തന്നെ നമ്മുടെ സുധിയാണെന്നുണ്ടെങ്കിൽ ചന്ദ്രയുടെ ഫോണിലേക്ക് 2-3 പ്രാവശ്യം വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്വാമിയുടെ അരികിലായതുകൊണ്ട് ചന്ദ്രയ്ക്ക് ഫോൺ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിരുന്നില്ല. പുറത്തിറങ്ങി ഉടനെ തന്നെ മോൻ എന്തെങ്കിലും അത്യാവശ്യത്തിന് വിളിച്ചായിരിക്കുന്നു വെച്ച് തേച്ച് വിളിക്കുന്നുണ്ട്. അമ്മ ഇപ്പൊ എവിടെയാ ഉള്ളത് എന്ന് ചോദിക്കുവാണേ. അതെന്താ മോനെ നീ അങ്ങനെ ചോദിച്ചത്? അമ്മ ഏത് സ്വാമിയെ കാണാൻ വേണ്ടിയിട്ടാണ് പോയിരിക്കുന്നത്? അമ്മയ്ക്ക് ഇതിനൊക്കെ വല്ല ആവശ്യമുണ്ടോ? എന്തിനാണ് എന്നെയും അതുപോലെ തന്നെ ശ്രുതിയും പിരിക്കാൻ വേണ്ടി നോക്കുന്നത്? ഇന്നലെ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞതല്ലേ എന്നെ കൂടുതലും നോവിപ്പിക്കരുത്, എന്നെ ഭ്രാന്ത് പിടിപ്പിക്കരുതെന്നൊക്കെ. എന്നിട്ട് പിന്നെ എന്തിനാണ് അമ്മ ഇങ്ങനത്തെ അഭ്യാസങ്ങളൊക്കെ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇതിലങ്ങോട്ട് ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ ഇവനെങ്ങനെ ഇതൊക്കെ അറിഞ്ഞെന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ബാമയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ബാമ പറയുന്നുണ്ട്, ചന്ദ്രേ ആ വീട് മുതൽ ഇതുവരെ ഞാൻ നിന്റെ കൂടെ തന്നെയല്ലേ ഉള്ളത്, ഒരു ഫോൺ കോൾ എങ്കിലും ഞാൻ ചെയ്യുന്നത് നീ കണ്ടിരുന്നോ? എന്തിന് എൻ്റെ പേഴ്സിനകത്തുള്ള ഫോൺ പോലും ഞാൻ എടുത്തിട്ടില്ല, പിന്നെ ഞാൻ എങ്ങനെ ആരുടെടുത്തെങ്കിലും പറയുന്നത്? ശരിയാണല്ലോ, പിന്നെ എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ ശ്രുതി അറിയുന്നത്? ഒരുപക്ഷെ അവള് സ്പൈ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആരെങ്കിലും വിട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവൾ നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ടാകും. എന്തായാലും ഇന്നത്തോട് കൂടിയിട്ട് തന്നെ ഞാൻ അവളുടെ സൂക്കേട് മാറ്റി കൊടുക്കാം. എങ്ങനെയെങ്കിലും ഇത് സുധിയുടെ കയ്യിൽ കെട്ടിക്കൊടുക്കണം. അതിനുശേഷമുള്ളു ബാക്കി എന്തോന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി വീട്ടിലേക്ക് പോകുന്നുണ്ട്. ചന്ദ്ര വീട്ടിലെത്തിയതിന് ശേഷം സുധിയെ നിർബന്ധിച്ചിട്ട് ഈ ഏലസൊക്കെ കെട്ടിക്കുന്നുണ്ട് കേട്ടോ. മോനെ, ഇത് നിങ്ങളെ പിരിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, നിനക്ക് നല്ലത് വരാൻ വേണ്ടിയിട്ടാണ്, നിനക്ക് നല്ലൊരു ജീവിതം കിട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ ഞാൻ എന്തിനാണ് അവളെ പിരിക്കാനുള്ള വഴിയൊക്കെ നോക്കുന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവിടെ സുധിയെ കൊണ്ട് കെട്ടിപ്പിക്കുന്നുണ്ട്. കാരണം അമ്മ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മോൻ കെട്ടാതിരിക്കില്ലല്ലോ. അത് കഴിഞ്ഞ് രാത്രിയിലാണ് കേട്ടോ കാണിക്കുന്നത്. വർഷ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വർഷ ഒരു സ്വപ്നം കാണുവാണ്. വർഷ ഭക്ഷണം കഴിക്കുന്നതിനിടയ്ക്ക് വോമിറ്റിംഗ് വരികയും പോയി വോമിറ്റ് ചെയ്തതിന് ശേഷം ഹോസ്പിറ്റലിൽ വർഷയെ കൊണ്ടുപോകുന്നുണ്ട്. ഡോക്ടർ പറയുന്നുണ്ട് വർഷ ഗർഭിണിയാണ് എന്നുള്ള കാര്യം. ആ വിശേഷം വീട്ടിൽ വന്ന് പറയുന്ന സമയത്ത് എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് ശ്രീകാന്തിനെ എടുത്ത് പൊക്കുകയൊക്കെ ചെയ്യാണ് കേട്ടോ ചെയ്യുന്നത്. പക്ഷെ വർഷയ്ക്ക് മാത്രം ഭയങ്കരമായിട്ട് ടെൻഷനാവാണ്. വർഷ ഓൾറെഡി ഒരു സീൻ ഡബ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതിൽ പെണ്ണ് കിടന്ന് പോകുന്നത് കേൾക്കുമ്പോഴേക്കും വർഷയ്ക്കാണെങ്കിൽ പേടിച്ച് വിറച്ച് ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ. അത് കഴിഞ്ഞ് ശ്രീകാന്തുമായിട്ട് മുറിയിലിരുന്ന് സംസാരിക്കുവാണ് ഇതിനെക്കുറിച്ച്. എനിക്ക് പേടിയാവുന്നുണ്ട്, എനിക്ക് എന്തായാലും ഗർഭിണിയാവുന്നോട് താല്പര്യമില്ല, എനിക്ക് പ്രസവിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ അതെങ്ങനെ ശരിയാവുന്നത്, നീ പ്രസവിച്ചേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ശ്രീകാന്തും അവള് അപ്പോഷൻ ചെയ്യാന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ സമ്മതിക്കാതെയൊക്കെ ഇരിക്കുവാണ് കേട്ടോ. അതിനെക്കുറിച്ച് ഓർത്ത് നമ്മുടെ വർഷയാണെങ്കിൽ ഉറക്കത്തിൽ നിന്നും പെട്ടെന്ന് അങ്ങോട്ട് ഞെട്ടി എണീക്കുകയും ഒച്ചത്തിൽ ആർത്ത് കരയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, അല്ല വർഷ എന്താ പറ്റിയെന്ന്? ഒന്നുമില്ല, ഞാൻ ഒരു സ്വപ്നം കണ്ടാന്ന് പറയുകയാണെ. നീ വെറുതെ ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ ആലോചിച്ച് കിടക്കും, പിന്നെ നീ സ്വപ്നം കാണാതിരിക്കുമോ? ഓൾറെഡി ശ്രീകാന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമ്മള് റിസോർട്ടിൽ പോയിട്ട് സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് ഓർത്ത് നോക്ക്. അതുകൊണ്ട് വർഷ വിചാരിച്ചു ശരിക്കും വർഷ ഗർഭിണിയാണ് എന്നുള്ള കാര്യം. പക്ഷെ വർഷ ഗർഭിണിയാവുന്നത് വെറും ഒരു സ്വപ്നം മാത്രമാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിറ്റേ ദിവസമാണെന്നുണ്ടെങ്കിൽ സച്ചിയും രേവതിയും ഇങ്ങനെ അച്ഛനുമായിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിക്കുകയാണ്. ശ്രുതിക്കാണെന്നുണ്ടെങ്കിൽ ശ്രുതിയെ തിരികെ കൊണ്ടുവരണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. പക്ഷെ അമ്മയെ ഭയന്നുകൊണ്ട് മാത്രമാണ് ശ്രുതി അങ്ങനെ ഒരു തീരുമാനം എടുക്കാത്ത എന്നുള്ള കാര്യത്തെക്കുറിച്ച് അച്ഛൻ്റെ അടുത്ത് നമ്മുടെ സച്ചി വ്യക്തമാക്കുന്നുണ്ട്. കാരണം തലേദിവസം രാത്രിയിൽ മദ്യപിച്ച കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ സച്ചിക്ക് അറിയാലോ, അതിനെക്കുറിച്ചൊന്നും അച്ഛൻ്റെ അടുത്ത് പറയുന്നില്ല. പക്ഷേ അമ്മയെ ഭയന്നുകൊണ്ടാണ് ശ്രുതി തിരികെ വിളിച്ചു കൊണ്ടുവരാത്ത എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ അച്ഛൻ്റെ അടുത്ത് സൂചിപ്പിക്കുന്നുണ്ട്. ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ ഓരോരോ മണ്ടത്തരങ്ങൾ കാണിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതിങ്ങനെ വിട്ട് കഴിഞ്ഞാൽ വഷളാവുന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് അച്ഛമ്മയെ നാട്ടിൽ നിന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് കേട്ടോ. അച്ഛമ്മയ്ക്കല്ലാതെ മറ്റാർക്കും ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടി കഴിയില്ല എന്നുള്ള കാര്യത്തെക്കുറിച്ച് രവിക്ക് മനസ്സിലാവുകയും അതിനെക്കുറിച്ച് സച്ചിയുടെ അടുത്തും രേവതിയുടെ അടുത്തും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അത് തന്നെയാണ് നല്ലൊരു ഒപ്പീനിയൻ എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മുടെ സച്ചിയും അതുപോലെ തന്നെ രേവതിയും അച്ഛൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ അച്ഛൻ തന്നെ പോയിട്ട് അച്ഛമ്മയെ കൂട്ടിക്കൊണ്ടുവരാനൊക്കെ പോവുകയാണ് കേട്ടോ ചെയ്യുന്നത്. അച്ഛമ്മ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന രസകരമായിട്ടുള്ള എപ്പിസോഡുകളൊക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമൻറ്റ് ചെയ്യണേ. താങ്ക്